എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഭൂരിഭാഗം ആളുകൾക്കും ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ബേസിക് ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് അറിയില്ല. കുറേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ആമാശയവും ഹൃദയവും കിഡ്നിയൊക്കെ ഉണ്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ എക്സാക്ട്ലി ഈ സംഗതി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഭൂരിഭാഗം ആളുകൾക്കും കൃത്യമായ ധാരണയില്ല. അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ ഈ ആഹാരത്തിന് എന്താണ് സംഭവിക്കുന്നത്, ഉമിനീരിൻ്റെ ജോലി എന്താണ്, നാക്കിൻ്റെ ജോലി എന്താണ്, ഈ ശരിക്കും ശ്വാസകോശത്തിൻ്റെ ജോലി എന്താണ്, ശ്വാസം എങ്ങനെയാണ് അകത്തേക്ക് എടുക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉറപ്പാണ് ആളുകൾ കൃത്യമായ ഒരു ഉത്തരം പറയുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ എന്താണ് കരളിൻ്റെ ജോലി എന്ന് ചോദിച്ചാൽ ഒന്ന് സ്വന്തം എക്സ്പീരിയൻസ് ഒന്ന് ആലോചിച്ച് നോക്കും, എത്ര പേര് മറുപടി പറയും? വലിയ പാടാണ്. ആ PSC പരീക്ഷയ്ക്ക് ചോദിക്കും ശരീരത്തിൽ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്, കരൾ, അതൊക്കെ എഴുതും, അതറിയാം. പക്ഷെ കരൾ എന്താണ് ചെയ്യുന്നത്, പ്രോസസ്സ്, കിഡ്നി എന്താണ് ചെയ്യുന്നത്, കിഡ്നി ചിലപ്പോൾ പറയായിരിക്കും കുറേ സ്ഥലങ്ങളിൽ ഫിൽറ്ററിങ് എവിടുന്നോ കേട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തിനാണ് ഈ ഫിൽറ്റർ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഉത്തരം ഉണ്ടാവില്ല. അപ്പം ശരീരം ബേസിക്കലി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ധാരണ ഇല്ലാത്തിടത്തോളം കാലം ഈ പ്രശ്നം നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡോക്ടർമാർ ജീവിതശൈലി രോഗത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, മിസ്സിങ് ആയിട്ടുള്ള ഏരിയ, ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നത് നമ്മൾ ആദ്യം പറയേണ്ടതുണ്ട്. അപ്പോൾ ശരീരത്തെക്കുറിച്ചിട്ടുള്ള ധാരണ ഇല്ലായ്മയാണ് ഈ രോഗത്തെക്കുറിച്ചുള്ള ചർച്ചകളിലും കാണുന്നത്, അല്ലെങ്കിൽ സംശയങ്ങളിൽ കാണുന്നത്. അതുപോലെ ഈ ആരോഗ്യം, മരുന്ന്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ നമ്മുടെ ചർച്ച പോകുമ്പോൾ ഈ ഒരു അറിവില്ലായ്മ ഭയങ്കര പ്രകടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സേഫ് ആണ് എന്ന് വിചാരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ പാർശ്വഫലങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമല്ലോ, പാർശ്വഫലങ്ങളെക്കുറിച്ച് ഈ മോഡേൺ മെഡിസിൻ ആണ് ഈ ചീത്തപ്പേരുള്ളത്. മോഡേൺ മെഡിസിന് സൈഡ് എഫക്ട്സ് ഉണ്ട്, പക്ഷേ ആയുർവേദത്തിനും ഹോമിയോയ്ക്കും സൈഡ് എഫക്ട്സ് ഇല്ല. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർ പോലും ആധികാരികതയോടെ പറയും അത് അലോപ്പതി ആണെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും, ഹോമിയോ ആണെങ്കിൽ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയും. പിന്നെ ഹോമിയോ കുട്ടികൾക്ക് ഫലപ്രദമാണെന്ന് പറയുന്നത്, കാരണം അലോപ്പതി മെഡിസിൻ കുട്ടി കഴിക്കത്തില്ല, കയ്പുണ്ടാവും, സ്മെല്ലുണ്ടാവും. മറ്റത് പഞ്ചസാര കുഞ്ഞ് കഴിക്കും. അപ്പം കുഞ്ഞ് കഴിക്കുകയും അസുഖം മാറുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ മരുന്ന് കൊണ്ടാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യും. അത് നമ്മൾ സ്വാഭാവികമായിട്ട് എത്തിപ്പെടുന്നതാണ്. അപ്പം ഇവിടെ എല്ലാം കാണുന്നത് ഈ മനുഷ്യൻ എപ്പോഴും പരിചയമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ പേടിയോടെ കാണുന്നത്, അറിയാത്ത കാര്യങ്ങളെ നമ്മൾ പേടിയോടെ കാണുന്നത്. ഇപ്പം നമുക്കിപ്പം കറുവപ്പട്ട പരിചയമുള്ള കാര്യം, സേഫാണ്, നമുക്കൊരു സെക്യൂരിറ്റി ഫീൽ, നമുക്കറിയാവുന്ന ആളാണല്ലോ, അതായത് പട്ടയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പാവയ്ക്ക നമ്മുടെ പറമ്പിലൊക്കെ നമുക്ക് കാണാം, നമുക്ക് ഉണ്ടാകും. പക്ഷേ പാരസെറ്റമോൾ നമ്മളെങ്ങനെ താഴെ കണ്ട് ഇത് എവിടുന്നോ ഒരു ദുരൂഹമായ സ്ഥലത്ത് നിന്ന് പാക്കറ്റിൽ വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് കാണുമ്പോഴേ അറിയാം അതൊരു മെഷീൻ ഇടപെട്ട് ചെയ്തേക്കുന്നതാണ്, അതൊരു നാച്ചുറൽ അല്ല. അപ്പോൾ അതിനെ നമ്മൾ പേടിക്കും. പക്ഷേ ശരീരത്തെക്കുറിച്ചിട്ടുള്ള അടിസ്ഥാന ധാരണ ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഉൽപ്പന്നമായിട്ട് ആദ്യം ഉണ്ടാവേണ്ട ധാരണ എന്ന് പറഞ്ഞാൽ, ശരീരത്തിന് നിങ്ങളുടെ അകത്തേക്ക് കിട്ടുന്ന സംഗതി, നിങ്ങളകത്തേക്ക് വലിച്ചെടുക്കുന്നതോ കഴിച്ച് വെള്ളമായിട്ടോ ഖരാരൂപത്തിലോ നിങ്ങൾ അകത്തേക്ക് എടുക്കുന്ന ഒരു സാധനവും എങ്ങനെ ഉണ്ടായി എന്നറിയില്ല, അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നറിയില്ല. അതിനകത്ത് എന്താണ് അതിൻ്റെ രാസ സ്വഭാവം എന്നാണ് ശരീരത്തിന് മനസ്സിലാവുന്നത്. കാരണം ഈ രാസവസ്തു ശരീരത്തിലെ രാസവസ്തുക്കളായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ആ പ്രവർത്തനമാണ് ശരീരത്തിന്. ശരീരത്തിലെ ജൈവവസ്തു അല്ല ഉള്ളത്, രാസവസ്തുവാണ്. ദഹനം എന്ന് പറയുന്നത് ഒരു +2 ലെവലിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചാൽ മനസ്സിലാവും. ഈ ദഹനം എന്ന് പറയുന്നത് കിഡിലൻ രാസപ്രവർത്തനങ്ങളുടെ ഒരു സീരീസാണ്. ഒരുപാട്, അതായത് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ശരീരത്തിന് എന്തിനാണ് ഭക്ഷണം, ശരീരത്തിന് ഊർജ്ജം ഉണ്ടാക്കണം, അതിനുള്ള ഐറ്റം വെളിയിൽ നിന്ന് വരണം. അതിന് നമ്മുടെ ശരീരത്തിൽ ഇവോൾവ് ചെയ്തേക്കുന്ന രീതി വെച്ചിട്ട് അതിന് കുറച്ച് മോളിക്യൂൾസ് വേണം. ആ മോളിക്യൂൾസിനാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുക. ന്യൂട്രിയൻസിൽ തന്നെ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. വലിയ അളവിൽ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ആണ് മാക്രോ ന്യൂട്രിയൻസ്. നമുക്ക് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എല്ലാം നമുക്ക് വേണ്ട മാക്രോ ന്യൂട്രിയൻസ് ആണ്. ചെറിയ അളവിൽ വേണ്ട വൈറ്റമിൻസ് അങ്ങനെയുള്ള സംഗതികളിൽ ചെറിയ അളവിൽ, അതുകൊണ്ടാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. സോൾട്ടൊക്കെ അതിൽ വരും. അപ്പോൾ ഇതൊരു രാസപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. രാസപ്രവർത്തനം നടക്കുന്നത് നമ്മൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ലിക്വിഡ് മീഡിയത്തിലാണ് ഏറ്റവും നന്നായി രാസപ്രവർത്തനം നടക്കുക. സോളിഡ് ആണെങ്കിൽ തന്മാത്രക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ഗ്യാസ് ആണെങ്കിൽ അവർക്ക് തമ്മിൽ അടുത്ത് വരാൻ പറ്റത്തില്ല, പിന്നെ ദൂരെയാണ്. അപ്പം ലിക്വിഡാണ് ഇതിന് പറ്റിയ സാഹചര്യം. വെള്ളവും വേണം. ഈ വെള്ളം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ശരീരത്തിൽ 60% വെള്ളമാണ്. കാരണം ഈ പ്രോസസ്സ് മുഴുവൻ ഈ ലിക്വിഡ് മീഡിയത്തിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ അകത്തേക്ക് എടുക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ അകത്തേക്ക് എടുക്കുന്നത്? വേറൊരു ജീവിയുടെ ശരീരമോ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ബോഡിയോ ഒക്കെ ആയിരിക്കും. ഒരു പഴം നമ്മൾ അകത്തേക്ക് കഴിക്കുമ്പം പഴം എന്താണ്? മറ്റേ ആ ചെടി അതിൻ്റെ വിത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന
ഒരു കവറിങ്ങിനകത്താണ് ഈ അതിൻ്റെ വിത്തിരിക്കുന്നത്. എനിക്ക് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഉപമ മാമ്പഴത്തിൻ്റെ ഉപമയാണ്. ഇത് മാവ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മാവ് ഒരു സസ്യമാണ്. അപ്പോൾ അതിന് ചലനശേഷിയില്ല. അപ്പോൾ അത് നിൽക്കുന്നിടത്തെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് അതിന് വളരാൻ. അപ്പം അതിൻ്റെ വിത്തിലൂടെയാണ് അത് അടുത്ത തലമുറ ഉണ്ടാക്കുന്നത്. ഈ വിത്ത് എന്ന് പറയുന്നത് മെച്ചുവർ ആവാനൊരു സമയമുണ്ടല്ലോ. ഈ വിത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇതിനൊരു കവറിങ് ഉള്ളത്. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിനകത്താണ് വിത്തിരിക്കുന്നത്. ഈ ഫ്രൂട്ടിൻ്റെ പർപ്പസ് ഒരു ടെക്നിക്ക്, ഒരു സ്ട്രാറ്റജിയാണ്. അതായത് ഈ വിത്ത് മാത്രമാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ഈ വിത്ത് മെച്ചുറായി ഈ മരത്തിൻ്റെ ചുവട്ടിൽ വീണ് ഇവിടെ തന്നെ വളരണം. അപ്പോൾ ഈ മാവും അതിൻ്റെ ആ വിത്തിൽ നിന്ന് വരുന്ന ബാക്കി മാവുകളും ഇതേ സ്ഥലത്തെ ന്യൂട്രിയൻസ് ഷെയർ ചെയ്യണം. അത് നഷ്ടക്കച്ചവടമാണ്. ഈ വിത്ത് വേറൊരു സ്ഥലത്ത് നിന്ന് വീഴുന്നതാണ് മാവിന് നല്ലത്. അപ്പോൾ അത് ചെടി ആയതുകൊണ്ട് അതിന് ചലിക്കാൻ പറ്റില്ല. പക്ഷെ ചലിക്കാൻ പറ്റുന്ന മറ്റ് സംഗതികളെ സഹായം നേടാം. അവരെ വിളിച്ചു വരുത്തിയാൽ മതി. സീഡ് ഡിസ്പേഴ്സേഴ്സ് എന്നാണ് ബയോളജി അതിനെ വിളിക്കുന്നത്. അപ്പോൾ അവരെ വരുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഇതിനകത്ത് വേണം. അപ്പോൾ അതിന് പറ്റിയ ഫ്രൂട്ട്സ്, അതിനകത്ത് ഷുഗറുണ്ട്, എനർജി സോഴ്സാണ്. അപ്പോൾ ഇതുണ്ടെന്ന് നേരത്തെ അറിയിക്കാൻ വേണ്ടി കുറച്ച് സ്മെല്ലൊക്കെ പുറത്തേക്ക് ഇട്ടുകഴിഞ്ഞാൽ ഇവരെല്ലാം അറിയും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്മെല്ലൊന്നും, അല്ലെങ്കിൽ ഈ നമുക്ക് ആ മാമ്പഴത്തിൻ്റെ ആ മണമൊന്നും തുടക്കത്തിലേ കാണത്തില്ല. അത് റൈപ്പായാലേ വരും. എന്തുകൊണ്ടാണ്? ഈ വിത്ത് മെച്ചുറാവണം, ഇല്ലെങ്കിൽ ഇത് താഴെ വീണ കിളിക്കില്ല. അപ്പോൾ പച്ച ആയിരിക്കുമ്പോൾ ഇമ്മെച്ചുർ ആയിട്ടുള്ള സീഡാണെങ്കിൽ അത് പൊതുവെ അട്രാക്റ്റീവ് അല്ലാത്ത ഫ്രൂട്ടായിരിക്കും. പച്ച മാങ്ങ അതിനൊരു രൂക്ഷഗന്ധമാണ്. ഒരുവിധപ്പെട്ട ജീവികളൊന്നും വന്ന് കഴിയും. നമ്മൾ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ജീവികൾക്ക് നാച്ചുറലി പച്ച മാങ്ങ ഇഷ്ടമല്ല. സീഡ് ഡിസ്പേഴ്സ് ആയിട്ടുള്ള നാച്ചുറൽ ഡിസ്പേഴ്സേഴ്സിന് അത് ഇഷ്ടമല്ല. അപ്പോൾ ഇത് സീഡ് ഡിസ്പേഴ്സ് ആകുമ്പോൾ അകത്തിരിക്കുന്ന മാങ്ങാണ്ടി ഒരു മാവായിട്ട് കിളിക്കാൻ യോഗ്യതയുള്ള സ്റ്റേജിലെത്തുമ്പോഴാണ് മാങ്ങയുടെ കളർ മാറും. കളർ മാറിയ ഈ പച്ചയുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. മറ്റത് പച്ചാറെന്ന് തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഈ മാങ്ങ എന്ന് പറയുന്ന സംഗതി മുഴുവൻ മാങ്ങാണ്ടിക്ക് വളരാനുള്ള റിസോഴ്സസും ഈ മാങ്ങാണ്ടി വേറെടുത്ത് കൊണ്ടിടാൻ സാധ്യതയുള്ള മറ്റ് ജീവികളെ അട്രാക്ട് ചെയ്യാനുള്ള സംഗതികളാണ്. ഈ ഇതിലേക്ക് വരേണ്ടതുണ്ട്. അതിന് മുമ്പ് ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ പരിണാമത്തെ പറയുന്ന സമയത്ത് ഈ മാങ്ങ അങ്ങനെ ആവാൻ വേണ്ടി ആയതാണോ അതെ അങ്ങനെ ആയത് നിലനിന്നതാണോ? അങ്ങനെ ആയതുകൊണ്ടാണ് മാവ് നമ്മൾ കാണുന്ന പോലെ നിലനിൽക്കുന്നത്. എല്ലാ ജീവികൾക്കും അങ്ങനെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ്. മറ്റു ജീവികൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റു ജീവികൾ ഈ പഴം കഴിക്കാൻ വരും. അത് കഴിക്കുമ്പോൾ മാങ്ങാണ്ടി അകത്ത് പോകും. അത് എവിടെ നിന്ന് കാഷ്ടിക്കുമ്പോൾ മാങ്ങാണ്ടി അവിടെ വീഴും. മാങ്ങാണ്ടി ദഹിപ്പിക്കാൻ പറ്റത്തില്ല, സോൾഡാണ്. അകത്തുനിന്ന് കിളിച്ച് വരും. മാവ് വേറൊരു സ്ഥലത്ത് അതിൻ്റെ ചെടി ഉണ്ടാകും. ഓരോ ചെടികളും ഓരോ രീതിയിലാണ് ഈ ടെക്നിക്ക് ഉപയോഗിച്ചത്. തേങ്ങ അതല്ല ചെയ്യുന്നത്. തേങ്ങ കഴിഞ്ഞാൽ പൊങ്ങിക്കിടക്കാൻ പറ്റുന്നൊരു സംഗതിയാണ് ഉള്ളത്, തൊണ്ടാണ്. അപ്പോൾ അത് വെള്ളത്തിൽ കൂടെ ഒഴുകി പോയി കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ചെന്ന് അടിഞ്ഞ് അവിടെ നിന്ന് കിളിച്ചു വരാം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിതിൽ നിന്നും ഒരു യൂസ് കണ്ടെത്തുകയാണ്. ഫ്രൂട്ടിനകത്ത് ഷുഗറുണ്ട്. അപ്പോൾ അതുപോലെ മാംസം ഭക്ഷിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തിയതാണ് വേറൊരു ജീവി ഉണ്ടാക്കി വെച്ചേക്കുന്ന സംഗതിയായത്. പ്രോട്ടീനുണ്ട്, ഫാറ്റുണ്ട്. അത് നമുക്കും കഴിക്കാം. അത് നമുക്ക് നേരിട്ട് പ്രോട്ടീൻ ഫാറ്റായിട്ട് കിട്ടും. ഇത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സാധനം അബ്സോർബ് ചെയ്യുന്നത് ഇതുപോലെ ചെറിയ മോളിക്യൂൾസ് ആയിട്ടാണ്. മാംസം മൊത്തത്തിൽ തന്നെ എടുക്കാൻ പറ്റില്ല, ഇല മൊത്തത്തിൽ തന്നെ എടുക്കാൻ പറ്റില്ല. അതിന് കാണാൻ പറ്റുന്ന ഈ മൈക്രോ ന്യൂട്രിയൻസ്, ഷുഗർ, ഗ്ലൂക്കോസ്, ഇങ്ങനെയുള്ള സംഗതികൾ അതിന് കാണാൻ പറ്റും. ഇത് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്? നിങ്ങൾ കരിമ്പ് സംസ്കരിച്ചുണ്ടാക്കിയ ഷുഗറാണോ അതോ വേറെ എവിടെ നിന്ന് വന്ന ഷുഗർ? അതിന് ഈ പറഞ്ഞ കെമിക്കൽസിനെ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ഇപ്പോൾ ഒതളങ്ങ നാച്ചുറൽ ആണല്ലോ, അകത്തേക്ക് എന്ന് എന്ത് സംഭവിക്കും? ഒതളങ്ങയ്ക്കകത്തുള്ള രാസവസ്തു ഉണ്ട്. അത് ശരീരത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോടോക്സിക് റിയാക്ഷനാണ്. നിങ്ങളുടെ നെർവ്സിനെ ബാധിക്കും. അപ്പം നിങ്ങൾ മരിക്കും. സൂയിസൈഡ് ഫ്രൂട്ട് എന്നാണ് ഒതളങ്ങയെ വിളിക്കുന്നത്. പാവങ്ങളാണ് മരിക്കാൻ ഉപയോഗിക്കുന്നത്. വിഷം വാങ്ങാൻ ശേഷിയില്ലാത്തവർ പല തേർഡ് വേൾഡ് കൺട്രീസിലും ആൾക്കാർ ഈ പഴം കഴിച്ചിട്ടാണ് സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പം നാച്ചുറൽ എല്ലാം സേഫ് ആണെന്ന് ഉള്ളതിന് ഇനി വേറെ കാര്യം കൗണ്ടർ ആർഗ്യുമെൻ്റ് ആവശ്യമില്ല. അങ്ങനെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് സംഗതികൾ. കാരണം ഒതളങ്ങയ്ക്ക് അതിൻ്റെ കായോ മാങ്ങയ്ക്ക് മാവിൻ്റെ മാങ്ങയോ ഒന്നും നമുക്ക് കഴിക്കാൻ വേണ്ടിയല്ല, അതിൻ്റെ ഇതുണ്ടാക്കാനാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ആളുകൾ ഈ ഒരു ഇതിൻ്റെ പുറത്ത് ഇപ്പോൾ പച്ചക്കറി ആരോഗ്യത്തിന് നല്ലതാണ്. ഞാൻ കാണുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെയൊക്കെ പല ഭാഗങ്ങളിലും രാവിലെ ആളുകൾ മോർണിംഗ് വാക്കിന് വരും. അവിടെ ഈ വലിയ തോതിലുള്ള ജ്യൂസ് വിറ്റ് പോകുന്ന സ്ഥലങ്ങളുണ്ട്. ABC മറ്റേ ജ്യൂസ്, മറിച്ച ജ്യൂസ്, പലതും ഭയങ്കര അപകടം പിടിച്ച സംഗതികളാണ്. ഇപ്പോൾ പാവയ്ക്ക ജ്യൂസ്, നമ്മുടെ ഈ സിമ്പിൾ ലോജിക്ക് കൊണ്ടുള്ള ആളുകൾ വിചാരിച്ചിട്ടുണ്ട് പാവയ്ക്ക നേരിട്ട് ഷുഗർ കുറയ്ക്കും. കാരണം പാവയ്ക്ക കയ്പ്പാണ്, ഷുഗർ മധുരത്തിൻ്റെ ആണല്ലോ. അപ്പോൾ അതിനെ കൗണ്ടർ ഇങ്ങനെയുള്ള ഇത് സിമ്പിൾ ലോജിക്കാണ്. ഇങ്ങനെ ഇതിൻ്റെ വേറെ പ്രശ്നമുണ്ട്. ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലും ആളുകൾ
കാണ്ടാമൃഗത്തെ വേട്ടയാടുന്നത് അതിൻ്റെ കൊമ്പിന് വേണ്ടിയിട്ടാണ്. അതെന്തിനാ ഉപയോഗിക്കുന്നത് അറിയാമോ? ഉദാഹരണക്കുറവിനാണ്. ഓ, ഇറക്റ്റിൽ ഡിസ്ഫങ്ഷൻ. അതായത് ഇതിൻ്റെ കൊമ്പ് ഇങ്ങനെ നിവർന്ന് നിൽക്കുമല്ലേ, മനസ്സിലായി? നമ്മളിതിൽ നിന്ന് വ്യത്യസ്തരൊന്നുമല്ലേ, നമ്മൾ ഈ ലൈനിലാണ് ആലോചിക്കുന്നത്. മധുരം കാരണം ഉണ്ടാകുന്ന അസുഖമാണെങ്കിൽ കയ്പ് കഴിച്ചതിനെ കൗണ്ടർ ചെയ്യും. ഇല്ല, ശരീരം അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഡയബറ്റീസ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മധുരം കൂടുതൽ കിട്ടുന്നുണ്ടല്ല, മധുരത്തെ പ്രോസസ് ചെയ്യാൻ കഴിയാത്ത വിധം വേറെ പല പ്രശ്നങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഡയബറ്റിക് ആകുന്നത്. അതിന് നിങ്ങൾക്ക് വേറൊരു സാധനം അതിനകത്തേക്ക് കയറ്റി ശരീരത്തിന് ഭാരം കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ഭാരം എന്ന് പറയാൻ കാരണം ഈ കിഡ്നിയുടെ പണി ഫിൽട്ടറിങ് ആണ്. അപ്പം നമുക്ക് വേണ്ടാത്ത സംഗതികളല്ല അത് ഫിൽട്ടർ ചെയ്തെടുക്കണം. വെള്ളത്തിൽ കൂടെയാണ് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഫിൽട്ടറിങ് നടക്കില്ല. ആ സാധനമെല്ലാം കിഡ്നിയിൽ സ്ട്രെയിൻ ആയിട്ട് വരും. അപ്പം പൊതുവെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ വായിലൂടെ അകത്തേക്ക് എടുക്കുന്ന എന്തെടുത്താലും പണി മുഴുവൻ കിട്ടുന്നത് കിഡ്നിക്കും ലിവറിനുമാണ്. അപ്പം ഇങ്ങനെയുള്ള സംഗതികൾ ഇതിനകത്തേക്ക് ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ഇപ്പോൾ പാവയ്ക്കയിലെ കയ്പെന്ന് പറയുന്നത് പാവൽ എന്ന് പറയുന്ന ചെടിക്ക് അതിൻ്റെ ഇമ്മച്ചുറായിട്ടുള്ള സീഡ് മറ്റു ജീവികൾ തിന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. കയ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് ആരും കയറി തുരക്കത്തില്ല. അത് ശരിക്കും ഒരു ടോക്സിക് സംഗതിയാണ്, വിഷമാണത്. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ അരിഞ്ഞ് ഉണക്കി തോരനൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിന് മാത്രമുള്ള അളവിൽ അത് എത്തുന്നില്ല. പക്ഷെ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ അങ്ങനല്ല, ഒത്തിരി വലിയ അളവിലാണ്. ഡോസ് മേക്സ് ദ പോയിസൺ എന്നാണ്. നിങ്ങൾ കഴിക്കുന്ന സംഗതിയുടെ അളവ് ഭയങ്കര പ്രധാനമാണ് ശരീരത്തിൽ. നമ്മുടെ നാട്ടിൽ നിങ്ങളൊരു ഹെപ്പറ്റോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ് ഇങ്ങനെയുള്ള, അതായത് കിഡ്നി, ലിവർ ഇതിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർമാരോട് ചോദിക്കും, ഇതുപോലുള്ള നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് സംഗതികൾ വലിയ അളവിൽ സേഫ് ആണെന്ന് പറഞ്ഞിട്ട് എന്തോ ഗുണമുണ്ടെന്ന് കരുതി വലിയ അളവിൽ കൺസ്യൂം ചെയ്ത് കിഡ്നിക്കും ലിവറിനും നല്ല അസൽ പണി കിട്ടിയ ട്രാൻസ്പ്ലാന്റേഷൻ വരെ പോകുന്ന ഒരുപാട് കേസസ് നമുക്ക് ചുറ്റും നടക്കുന്നത്. ഇതിന് പൊതുവെ പബ്ലിസിറ്റി കിട്ടത്തില്ല, കാരണം പരസ്യം എല്ലാം മറുസൈഡിൽ നിന്നായിരിക്കും വരുന്നത്. ഇത് പക്ഷേ ഡോക്ടർമാർക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കുറച്ച് ബിസിനസ് നടക്കുമല്ലോ. എല്ലാവരും അങ്ങനെ കാണുന്നൊന്നുമല്ല, ഞാൻ പറഞ്ഞതാ. പക്ഷേ അതുകൊണ്ട് അവർക്ക് പരസ്യം ഇതിനെതിരെ അങ്ങനെ അവബോധം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഈ എക്സ്പേർട്സിനൊക്കെ വേറെ ഒരുപാട് ജോലിയുണ്ട്, പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനുള്ള ധൃതിയിലായിരിക്കാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള സംഗതികളെല്ലാം സേഫ് ആണെന്ന് കരുതി ഈ ഇടം വെള്ളം നോക്കാത്തത് മുഴുവൻ. എനിക്ക് പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കൂ, എവിടുന്നെങ്കിലും ആരെങ്കിലും ഇപ്പോൾ ഒറ്റമൂലികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ട്രെയിനിലൊക്കെ വാങ്ങിക്കും. എൻ്റെ ഓർമ്മയിൽ 10 രൂപ കണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് 1001 ഒറ്റമൂലികൾ എന്ന് പറയുന്നൊരു പുസ്തകം ഏതോ ഒരു വൈദ്യർ ഇതാണ്, 10 രൂപയേ ഉള്ളൂ. അതിനകത്ത് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസർ, മറ്റേ ആർഷസ്, സോറിയാസിസ്, എയ്ഡ്സ് വരെ ഉണ്ട്. ഇതിനെല്ലാം ഒറ്റമൂലി കിട്ടുന്നുണ്ട്. നമുക്ക് ചുറ്റും കിട്ടുന്ന കുറേ ചെടികളുടെ പേരാണ്. ഇത്രയും മരുന്നുകളുടെ, ഇത്രയും രോഗങ്ങളുടെ മരുന്നറിയാവുന്ന ഒരു ഏതോ വൈദ്യൻ ഇത്രയും സാധനം എഴുതി 10 രൂപയ്ക്ക് വിൽക്കുക. ഇത് ചിന്തിക്കാതെ ഞാൻ ഈ പുസ്തകം വിൽക്കുന്ന ആളുടെ തന്ന് ചോദിച്ചു, ഒരു 10 കൊല്ലം മുമ്പാണ് ഞാൻ ചോദിക്കുന്നത്. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പുസ്തകം ഈ ഒറ്റമൂലി പുസ്തകമാണ്. ഇതിപ്പോൾ ആൾ വായിക്കാൻ വേണ്ടി മാത്രമല്ല വാങ്ങിക്കുന്നത്, ഉറപ്പായിട്ടും അത് പരീക്ഷിക്കും. എന്ത് ഉറപ്പിലാണ്, ആരാണെന്നറിയാത്ത എവിടെയോ ഇരിക്കുന്ന ആഴെ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു അസുഖത്തിന് ഈ പറയുന്ന ഐറ്റം, ഇതിപ്പോൾ മോഡേൺ വേൾഡിലേക്ക് വരുമ്പോൾ ട്രെയിനിലെ പുസ്തകത്തിൽ നിന്ന് മാറി ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ രൂപത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബ് ഷോർട്സൊക്കെ ആയിട്ട് കാണാൻ പറ്റും. എന്തൊക്കെയോ കലക്കി കുടിക്കാനാണ് ആൾക്കാർ പറയുന്നത്. ഇതിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഇത് ഒരു വലിയ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ആളുകൾക്ക് യാതൊരു ധാരണയില്ല. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല. സ്കൂളിൽ പഠിച്ചതൊക്കെ പരീക്ഷയ്ക്ക് കാണാൻ പഠിച്ച് മാർക്ക് വാങ്ങിച്ച് കളയാൻ ഒരു ധാരണയില്ല. സത്യം പറഞ്ഞാൽ മസ്തിഷ്കം എവിടെ ഇരിക്കുന്നുള്ളത് തന്നെ അവർക്ക് സംശയം, അറിയാമോ? സംശയമുണ്ട്. അത്രയ്ക്കും അവസ്ഥയിലാണ് ശരീരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്.